السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാനിൻ്റെ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു എന്തിനു വേണ്ടിയാണോ റമദാൻ നമ്മൾക്ക് അനുഗ്രഹിച്ചു നൽകിയത് അതിൻ്റെ പൂർണ്ണതയായ തഖ്വ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കട്ടെ നമ്മൾ ഈ വർഷത്തെ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ അടിമയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖലഖതൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാകുന്നു. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? അത് ചിന്തിക്കാത്ത കാലത്തോളം നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾക്ക് അറിയാൻ സാധ്യതയില്ല. ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പ്രതിപാദിക്കുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്നു ഖുർആൻ. അത് അവതരിച്ച മാസവും കൂടിയാണ് റമദാൻ മാസം. വായിക്കുകയും കേൾക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അറിവ് നേടിയെടുക്കണമെങ്കിൽ വായിക്കണം, കേൾക്കണം. അത് രണ്ടിനും അള്ളാഹു പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. മാനവരാശിയുടെ ഉന്നമനത്തിനായി അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇഖ്റ, നീ വായിക്കുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക. ഏതൊരു അറിവ് നേടിയെടുക്കണമെങ്കിലും പഠനവും വായനവും നിർബന്ധമാകുന്നു. ലോക മനസാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നും അജയ്യമായി നിൽക്കുന്ന ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ലോകത്തിലുള്ള സർവ്വ ടെക്നോളജിയും സർവ്വ ബുദ്ധിമാന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു സൂറ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ മഹത്തായ ഗ്രന്ഥം മനസ്സിലാക്കി അതനുസരിച്ചുള്ള ജീവിതം പാകപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവട്ടെ. അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് താഹയിലൂടെ നമ്മളോട് അറിയിക്കുന്നത്, വതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജലു ബിൽ ഖുർആനി മിൻ ഖബ്ലു അൻ യുഖ്ള ഇലൈക വഹയ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമ. സാക്ഷാൽ രാജാവായ അല്ലാഹു അത്യുന്നതനായിരിക്കുന്നു. ഖുർആൻ അത് നിനക്ക് ബോധനം നൽകിപ്പെട്ട് കഴിയുന്നതിന് മുമ്പായി, പാരായണം ചെയ്യുന്നതിന് മുമ്പായി നീ ധൃതി കാണിക്കരുത്. എൻ്റെ രക്ഷിതാവേ, എനിക്കു നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറയുകയും ചെയ്യുക. നിങ്ങൾ ഓരോരുത്തർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.